ആയിരക്കണക്കിന് വർഷങ്ങളായി വിവിധ സംസ്കാരങ്ങളിലും മതങ്ങളിലും നടന്നുവരുന്ന ഒരു സംവാദ വിഷയം അതാണ് സുന്നത്ത് കല്യാണം അല്ലെങ്കിൽ സർക്കംസിഷൻ. മതവിശ്വാസങ്ങളും ആരോഗ്യ കാരണങ്ങൾക്കും പിന്നിലുണ്ട് അനവധി തർക്കങ്ങളും ആശങ്കകളും. ഒരുപക്ഷേ ഇതൊരു അനാചാരമാണെന്ന് ചിലർ കരുതും. മറ്റൊരു വശത്ത് ഡോക്ടർമാർ ചിലപ്പോൾ അതിനെ ആരോഗ്യപരമായ സംരക്ഷണമായി കാണും. എന്താണ് സത്യം? ശരീരത്തിൽ ഇത്തരം ഒരു മാറ്റം ഉണ്ടായാൽ അതിന് എന്തൊക്കെ ഫലങ്ങളുണ്ട്? ശാരീരികവും മാനസികവുമായ ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. പുരുഷന്മാരുടെ ലിംഗത്തിൻ്റെ അതായത് പെനിസിൻ്റെ അഗ്രഭാഗം മൂടുന്ന ഫോർസ്കിൻ അഥവാ അഗ്രചർമ്മം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതാണ് സർക്കംസിഷൻ അല്ലെങ്കിൽ സുന്നത്ത് കല്യാണം എന്നൊക്കെ അറിയപ്പെടുന്ന പ്രക്രിയ. ലോകമെമ്പാടുമുള്ള വിവിധ മതപരവും സാംസ്കാരികവും വൈദ്യശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് ഇത് നടത്തപ്പെടുന്നു. ഇസ്ലാം മതവും ജൂതമതവും പോലുള്ള ചില മതങ്ങളിൽ ഇത് ഒരു ഒഴിച്ചുകൂടാനാകാത്ത ആചാരമാണെങ്കിലും ചില സംസ്കാരങ്ങളിൽ ശുചിത്വത്തിനും പ്രതിരോധ ആവശ്യങ്ങൾക്കുമായി ഇത് നടത്തപ്പെടുന്നു. ഈ വീഡിയോയിൽ സർക്കംസിഷൻ്റെ ചരിത്രം, ശാസ്ത്രം, ആരോഗ്യ ഗുണങ്ങൾ, ദോഷങ്ങൾ തുടങ്ങിയവയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതുപോലുള്ള ആകർഷകമായ വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ആദ്യം ഇതിൻ്റെ നല്ല വശങ്ങൾ പരിശോധിക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ നല്ല വശം എന്ന് പറയുന്നത് സർക്കംസിഷൻ ചെയ്തവർക്ക് മൂത്രനാളത്തിൽ അഥവാ യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന അണുബാധ കുറയും എന്നതാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് അണുബാധ കുറയും. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെൻറ്റിന് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ നടത്തിയ പഠനത്തിൻ്റെ വിവരങ്ങൾ ഇതിനൊരു തെളിവാണ്. 3945 വ്യക്തികളിൽ വർഷങ്ങൾ നീണ്ടുന്ന പഠനത്തിൽ 39 ആൺകുട്ടികൾക്ക് മൂത്രനാള അണുബാധ കണ്ടെത്തി. ഇതിൽ സർക്കംസിഷൻ ചെയ്യാത്ത ആൺകുട്ടികളെ അപേക്ഷിച്ച് സർക്കംസിഷൻ ചെയ്ത അഥവാ സുന്നത്ത് ചെയ്ത ആൺകുട്ടികൾക്ക് ഇതിൻ്റെ സാധ്യത വളരെ കുറവായിരുന്നു. ഇത് 71% വരെ കുറവായിരുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. US ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് പെനൽ ക്യാൻസറിനുള്ള സാധ്യത കുറക്കുന്നു എന്നതാണ്. പെനൽ ക്യാൻസറിന് കാരണമാകുന്ന ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പെനൽ ക്യാൻസർ തടയാനും സുന്നത്ത് കല്യാണം അഥവാ സർക്കംസിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സർക്കംസിഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള മൂന്നാമത്തെ ഉപകാരം ഇത് സെക്ഷലി ബാധിക്കുന്ന അസുഖങ്ങളെ തടയും എന്നതാണ്. സുന്നത്ത് ചെയ്ത പുരുഷന്മാരിൽ HIV, HPV അതുപോലെ മറ്റ് അസുഖങ്ങളായ ഹെർപ്പിസ്, സിഫിലിസ് അസുഖങ്ങൾ വളരെ കുറവാണ് എന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സുന്നത്ത് ചെയ്ത ആളുകൾക്ക് 60% വരെ എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മുടെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മത്തിൽ നിന്നാണ് HIV വൈറസ് ബാധ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് ഫിമോസിസ് എന്ന അവസ്ഥയെ തടയും എന്നതാണ്. ഫിമോസിസ് എന്ന് വെച്ചാൽ അഗ്രചർമ്മം പുറകിലോട്ട് വലിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫിമോസിസ്. ഇത് വേദനയ്ക്കും അണുബാധയ്ക്കും കാരണം ആവുന്നു. ഇത് തടയാൻ സുന്നത്ത് കല്യാണം എന്ന് അറിയപ്പെടുന്ന സർക്കംസിഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സുന്നത്ത് കല്യാണം കൊണ്ടുള്ള അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത് ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് കാണുന്ന ഗ്ലാൻസ് പെനിസിൻ്റെ അണുബാധയെ തടയാൻ സർക്കംസിഷൻ അഥവാ സുന്നത്ത് കല്യാണം നമ്മെ സഹായിക്കുന്നു. ഗ്ലാൻസ് പെനിസിൻ്റെ അണുബാധയെ വിളിക്കുന്ന പേരാണ് ബെലാനൈറ്റിസ്. ഇതിൻ്റെ ആറാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ പാരാഫിമോസിസ് എന്ന അവസ്ഥയെ തടയാൻ സുന്നത്ത് കല്യാണം അഥവാ സർക്കംസിഷൻ നമ്മളെ സഹായിക്കുന്നു. പാരാഫിമോസിസ് എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മം പിന്നിലേക്ക് പോന്നു പിന്നീട് വീണ്ടും നോർമൽ സ്ഥിതിയിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സർക്കംസിഷൻ ചെയ്യുന്നതുമായി ഈ അവസ്ഥയെ ഫലപ്രദമായി തടയാൻ സാധിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഗുണമായി നമ്മൾ പറയുന്നത് സർക്കംസിഷൻ ചെയ്യുന്നത് വഴി വൃത്തിയായി സൂക്ഷിക്കാനും അണുബാധയും അതുപോലെ ദുർഗന്ധവും തടയാൻ സഹായിക്കുന്നു. ഇതിലുള്ള എല്ലാ ഗുണവും വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഹ്യൂമൺ പാപ്പിലോമ വൈറസ് അഥവാ HPV പിടിപെടാനുള്ള സാധ്യത വളരെ കുറയുന്നു എന്നതാണ്. അതുമൂലം പെനൽ ക്യാൻസറിനുള്ള സാധ്യത വളരെ കുറയുന്നു. US ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട പഠനങ്ങളിൽ ഇത് സൂചിപ്പിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് HIV ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത 60% വരെ കുറയുന്നു എന്നതാണ്. US ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ ബയോടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട പഠനങ്ങളിൽ ഇത് സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് സർക്കംസിഷൻ അഥവാ സുന്നത്ത് കല്യാണം ചെയ്യുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് ഇഫക്റ്റ് പരിശോധിക്കാം. സർക്കംസിഷൻ്റെ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് ചെയ്ത ശേഷം ഉണ്ടാവുന്ന വേദനയാണ്. പക്ഷേ അത് 1-2 ആഴ്ച നീണ്ടു നിൽക്കുന്നതേ ഉള്ളൂ, അല്ലാതെ വേദന സ്ഥിരമായി നിൽക്കുന്നതല്ല.
മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങും ഇൻഫെക്ഷനുമാണ്. നല്ലൊരു എക്സ്പീരിയൻസ്ഡ് സർജൻ ഇത് ചെയ്യുന്നത് വഴി ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരിലും ഉണ്ടാവുന്ന മറ്റൊരു സംശയമാണ് ഇത് ചെയ്യുന്നത് വഴി സെൻസിറ്റിവിറ്റി കുറയുമോ എന്നതാണ്. എന്നാൽ സർക്കംസിഷൻ ചെയ്യുന്നത് വഴി സെൻസിറ്റിവിറ്റിയിൽ കുറവ് വരില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് നോ ഇഫക്റ്റ് ഓൺ സെൻസിറ്റിവിറ്റി ഓർ ലേസ്റ്റ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. ജൂതമതത്തിൽപ്പെട്ടവരും ഇസ്ലാം മതത്തിൽപ്പെട്ടവരും വളരെ ചെറുപ്പകാലത്ത് തന്നെ ഈ പ്രക്രിയ ചെയ്യുന്നു. സർക്കംസിഷൻ അഥവാ സുന്നത്ത് കല്യാണം ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും നിർബന്ധമല്ലെന്നും അപകട സാധ്യതകളോ സങ്കീർണതകളോ ഉണ്ടാകാമെന്നും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനം എടുക്കേണ്ടത് മെഡിക്കൽ മാർഗനിർദ്ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരമോ ആയിരിക്കണം.